വികാരിയച്ഛൻ, സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്കറിയാവുന്നതുപോലെ സൺഡേ സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാരിൽ ഒരുവനും യേശുക്രിസ്തുവിന്റെ അരുമ ശിഷ്യനുമായ തോമസ് ലീഹ നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിലേക്ക് കടലും കരയും താണ്ടി വന്നു. ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിന്ന വിശുദ്ധ തോമസ് ലീഹായുടെ ധീരതയാണ് ആദ്യ നൂറ്റാണ്ടിലെ തന്നെ നമ്മുടെ മാതൃരാജ്യമായ ഭാരതാംബയെ, വിശിഷ്യ കേരള സഭയെ സത്യവിശ്വാസം സ്വീകരിക്കുവാൻ സഹായിച്ചത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സകല മനുഷ്യരുടെയും രക്ഷയും വിശുദ്ധീകരണവുമാണ് ഈ സുവിശേഷത്തിന്റെ കാതൽ എന്ന് നമുക്കറിയാം. തമസോമ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ചിരുന്ന മാമനിമാരുടെ നാട്ടിലേക്ക് ലോകത്തിന്റെ പ്രകാശമായ യേശുക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ എത്തിയപ്പോൾ അനേകം ഹൃദയങ്ങളിൽ സത്യത്തിന്റെ വാതിൽ തുറക്കുവാനും അതുവഴി നിത്യജീവൻ പ്രാപിക്കുവാനും അതിടയാക്കി. സത്യവിശ്വാസം നെഞ്ചിലേറ്റിയ ഒരു ജനത തീക്ഷ്ണതയോടെ അത് തലമുറകൾക്ക് കൈമാറി. കാറ്റും കോളും നിറഞ്ഞ 2000 വർഷം ചരിത്രമുള്ള ഈ വിശ്വാസ യാത്രയിൽ സത്യവിശ്വാസത്തിൽ മായം ചേർക്കാത്ത അനേക വിശുദ്ധ ജീവിതങ്ങൾ നമുക്ക് മാതൃകയായി. നമ്മുടെ ഈ കൊച്ചു സമൂഹത്തിൽ നിന്ന് ആഗോള സഭയിലെ വിശുദ്ധരുടെ നിലയിലേക്ക് ഉയർന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ഇന്ന് ലോകം മുഴുവൻ സാഘോഷം കൊണ്ടാടുകയാണല്ലോ. സാധനത്തിലൂടെ വിശുദ്ധിയിലേക്ക് വളരാനുള്ള വിശുദ്ധ അൽഫോൻസാമ്മയുടെ അതിയായ ആഗ്രഹവും അതുവഴി ഈശോയെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുവാൻ അൽഫോൻസാമ്മ കാണിച്ചത്, എല്ലാറ്റിലുപരിയായി സ്നേഹിച്ച് സത്യവിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അൽഫോൻസാമ്മ കാണിച്ച ധീരത നമുക്ക് ഏവർക്കും മാതൃകയാണ്. ചെറുപ്പം മുതലേ യേശുവിന്റെ മണവാട്ടിയാകുവാനുള്ള അന്നക്കുട്ടി എന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ അതിയായ ആഗ്രഹവും അതുവഴി അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനായി പരിധിയില്ലാതെ സ്നേഹിക്കുവാനും പരാതിയില്ലാതെ സഹിക്കുവാനും അൽഫോൻസാമ്മ തയ്യാറായിരുന്നു. അമ്മയുടെ വേർപാട്, പേരമ്മയുടെ വളർത്തൽ, കഠിന ശിക്ഷണം, വിവാഹം ഉറപ്പിക്കൽ, ഉമിതിയിലെ പൊള്ളൽ, രോഗങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ എല്ലാം അവൾ സന്തോഷത്തോടെ സ്വീകരിക്കും. സഹനങ്ങളും വേദനകളും എന്നിൽ നിന്ന് എടുത്തു കളയണമേ എന്നവൾ ഒരിക്കലും പ്രാർത്ഥിച്ചിരുന്നില്ല. എന്നാൽ സഹനങ്ങൾ സഹിക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനായി അവൾ പ്രാർത്ഥിച്ചു. താൻ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടുന്ന് കുരിശുകളും സങ്കടങ്ങളും കൊടുക്കുകയുള്ളൂ എന്നവൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ 1946 ജൂലൈ 28 അവൾ തന്റെ ദിവ്യമണവാളന്റെ അടുക്കിലേക്ക് പറന്നുയർന്നു. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും എന്ന തിരുവചനം ഓർത്തുകൊണ്ട് വിശുദ്ധ തോമസ് ലീഹായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസം അനുദിനം ജീവിക്കുവാനും അങ്ങനെ രക്ഷയുടെ സുവിശേഷം സ്വീകരിച്ചുകൊണ്ട് നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനും വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ നമുക്കും പരിശ്രമിക്കാം. ദൈവകരുണയുടെ ആഴങ്ങൾ കണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ വിശുദ്ധ തോമസ് ലീഹായെ പോലെ ലോകരക്ഷകനും ഏകരക്ഷകനുമായ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും ദൈവവുമായി ഏറ്റുപറയാനുള്ള